ഇടിയപ്പം വെച്ച് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലോ ഓവർ സ്ലൈസ് ആയിട്ട് അരിയണ്ട, ചെറിയ ചെറിയ പീസാക്കി സ്ക്വയർ ഷേപ്പായിട്ട് അങ്ങനെ അരിഞ്ഞാൽ മതി. ഉള്ളി, ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, മല്ലിയില, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു പാത്രത്തിൽ ഫസ്റ്റ് ഓയിൽ ഒഴിച്ച് ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ക്യാപ്സിക്കം എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കുക. അപ്പോൾ ഇടിയപ്പം ഞാൻ ഇൻസ്റ്റൻ്റാണ് എടുത്തത്. അതൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട്, അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ഇടുക. എന്നിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ ഒരു മാറ്റുക, അത്രേ പണിയുള്ളൂ. അപ്പോൾ ആ ടൈമിൽ അത് നടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. തക്കാളിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പം നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടേനു. അപ്പോൾ നമ്മൾ മസാല ഏകദേശം സെറ്റായി വന്നാൽ അതിലേക്ക് മല്ലിയില ഇടുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കസൂരി മേത്തി ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഫസ്റ്റ് കുറച്ച് ഇടിയപ്പം ഇടുക, മസാല ഇടുക, ഇടിയപ്പം ഇടുക, മസാല ഇടുക, അങ്ങനെ ലെയർ ചെയ്തെടുക്കുക. മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക. സ്ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക.